തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് CPI, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 2 ദിവസം മുമ്പ് അതിന്റെ 100ാം സ്ഥാപനത്തിന്റെ 100ാം വാർഷികം വളരെ വലിയ ശബ്ദമൊന്നുമില്ലാതെ CPIയുടെ ഹെഡ്ക്വാർട്ടേഴ്സായ അജയഭവനിൽ ഒരു ഹാളിൽ നടത്തി. അതായത് ഒരു ശതാബ്ദി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ശതാബ്ദി ആഘോഷിക്കുന്ന ഒരു ഇത്. അത് വലിയ ശബ്ദമില്ലായിരുന്നു, വലിയ പബ്ലിക് ഫേസ് ഇല്ല. ഡൽഹിയിൽ പോലും മീഡിയ വേണ്ട വിധം അത് കവർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 100ാം വർഷം അല്ലെങ്കിൽ ജന്മശതാബ്ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതും തമ്മിൽ അതുപോലും തർക്കത്തിലാണെന്ന് ചെറിയാൻ അറിയാമല്ലോ. അത് CPIM പറയുന്നത് അത് താഷ്കണ്ടിൽ 2 വർഷം മുൻപ് നടന്നതാണെന്ന് CPM-ഉം അല്ല ഇന്ത്യയിൽ കാൺപൂരിൽ നടന്നതാണെന്ന് CPIയുടെ മറ്റു ചില CPIML ലിബറേഷൻ തുടങ്ങിയ പാർട്ടികളും അവകാശപ്പെടുന്നതിന്റെ വൈരുദ്ധ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് അത് തമ്മിലുള്ള അകൽച്ചയും എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇവിടുത്തെ നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിഘടിച്ച് വിഛിന്നമായി നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഒരു നല്ല ഒരു ഇതുകൂടിയാണ്. ഈ തീയതിയെ സംബന്ധിച്ച തർക്കം ഇപ്പോഴും പരിഹരിക്കാൻ പറ്റാത്ത സംഭവം. അപ്പൊ അവിടെ നിന്ന് തുടങ്ങാം. നമ്മൾക്ക് ഇപ്പോഴും ഇന്ത്യയിലെ കുറെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ശതാബ്ദി കഴിഞ്ഞിരിക്കുന്നു. അത് CPM ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. CPIML ലിബറേഷനും CPIയും ഇപ്പോൾ ആഘോഷിക്കുന്നു. അപ്പൊ അവിടെ തന്നെ ഇതിന്റെ ഒരു ദുരന്ത ഛവി നിങ്ങൾക്ക് കാണാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് എത്തി നിൽക്കുന്നത് എന്നെ വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം അത് ഒരു വിഷാദത്തിന്റെ നിമിഷം കൂടിയാണ്. ഒരുതരം വിഷാദാത്മക മാർക്സിസം അല്ലെങ്കിൽ വിഷാദാത്മക കമ്മ്യൂണിസ്റ്റ് ബോധമാണ് ഞാൻ ഇന്ന് കൊണ്ടു നടക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ഇന്നും ഇന്നലെയുമുള്ള പ്രശ്നങ്ങളല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതിനെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, റഷ്യ എന്ന രീതിയിൽ രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരിക്കുമ്പോഴും അത് ഒരു സാർവജനീയമായ, ഇന്റർനാഷണലായ, സാർവദേശീയമായ ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയുകയുള്ളൂ. ഇത് ആദ്യം മനസ്സിലാക്കണം. ഒരാൾ കമ്മ്യൂണിസ്റ്റ് എന്ന് സ്വയം പ്രഖ്യാപിക്കുമ്പോൾ, എന്നെ പോലെ കമ്മ്യൂണിസ്റ്റ് അനുഭാവി എന്ന് സ്വയം പ്രഖ്യാപിക്കുമ്പോൾ അയാൾ പ്രഖ്യാപിക്കുന്നത് അയാൾ ഒരു സാർവദേശീയവാദിയാണെന്ന് തന്നെയാണ്. അല്ലാതെ അപ്പൊ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി എന്ന് പറയുമ്പോൾ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാവിയുടെ മൂർത്ത സന്ദർഭത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കലായിരിക്കും സത്യസന്ധവും ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ വിശകലനത്തിന്റെ അടിസ്ഥാന ധർമ്മവും.